ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു കൊറിയൻ ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ നോയിസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീട്. ഇടയ്ക്ക് വെച്ച് രണ്ടുപേരും എന്തോ വഴക്കിട്ട് അതിലൊരു സഹോദരി ആ വീട് മാറിപ്പോയതിനു ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് തന്റെ സഹോദരി അന്വേഷിച്ച് തിരിച്ച് ആ വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ സഹോദരി ആ ഫ്ലാറ്റിൽ കാണാനില്ല. കൂടാതെ വീട് വിട്ട് പോകുന്നതിന് മുന്നേ ഈ ഫ്ലാറ്റിൽ നിന്നും പലയിടങ്ങളിലായിട്ട് ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ടും കാണാതായ സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണം എന്താണ്? കാണാതായിട്ടുള്ള സഹോദരി ഇപ്പോൾ എവിടെയാണ്? ആ ശബ്ദത്തിന് കാരണം എന്താണ്? ഇതിന്റെ എല്ലാം അവസാനം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റും അതാണ് ഈ ഒരു മൂവി. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയും കൂടുതലായിട്ട് പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിലെ ഹീറോയിന്റെ സഹോദരിയാണ് കാണിക്കുന്നത്. അവളെ കാണിക്കുമ്പോൾ തന്നെ അവൾ ആകെ ടെൻഷനില്ലേ. അവളുടെ അപ്പാർട്ട്മെന്റ് റൂമിലെ ഈ സൗണ്ട് പ്രൂഫിന്റെ സാധനങ്ങളുണ്ടല്ലോ, അത് റൂം മുഴുവനായിട്ട് ഒട്ടിക്കുകയാണ്. ഇപ്പൊ അതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടും സീലിംഗിൽ നിന്നും ആര് നടക്കുന്നത് പോലെ നല്ല രീതിയിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ റൂമിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവളെ ഒരു ക്യാമറ എടുത്ത് റെക്കോർഡും ചെയ്യുന്നുണ്ട്. അങ്ങനെ റെക്കോർഡ് ചെയ്ത അവസാനം അവൾ ആ കണ്ണാടിയിലേക്ക് തന്നെ നോക്കുമ്പോൾ ആരോ പല്ല് കടിക്കുന്നത് പോലെ ഒരു ശബ്ദവും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ലാൻഡ് ലൈനിലെ ഒരു കോള് വരുന്നു. അപ്പൊ ഈ പെണ്ണിനാണെങ്കിൽ നല്ലതുപോലെ നടക്കാൻ കഴിയത്തില്ല, കാരണം ഒരു ആക്സിഡന്റില് അവളുടെ കാലിന് പരിക്ക് പറ്റി. അങ്ങനെ അടുത്തേക്ക് വന്ന് ആ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ അവിടെ നിന്നും പ്രത്യേക രീതിയിൽ വേറെ എന്തോ ശബ്ദം കേൾക്കുന്നു. വീട്ടിലെ TV ആണെങ്കിലോ വിട്ട് ഇങ്ങനെ കാണാൻ കഴിയുന്നു. അപ്പൊ TV ഓഫ് ചെയ്യാന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് വീട്ടിലെ മൊത്തം കറണ്ടും കട്ടാവുകയാണ്. അതുകൂടി ആവുന്നത് അവൾ നല്ലതുപോലെ പേടിച്ചു പോകും. കുറച്ചു കഴിഞ്ഞ് വീണ്ടും കറണ്ട് വരുമ്പോൾ അവൾ നേരെ ചെന്നിട്ട് ആ ഒരു ക്യാമറ എടുത്ത് ഇതെല്ലാം റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ച് ആ ക്യാമറയിൽ വന്ന് നോക്കുമ്പോൾ ജനാല വഴിയുണ്ടല്ലോ എന്തോ ഒരു രൂപം നിൽക്കുന്നത് പോലെ. ഇതുകൂടി കണ്ട അവൾ പതിയെ റൂമിലേക്ക് നടന്നു പോകുന്നതും ജനാലയുടെ അടുത്ത് നിന്നും പല്ല് കടിക്കുന്നത് പോലെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതാരാണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് അവൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ അങ്ങനെ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ വെളിയിലേക്കാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു വലിയ ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിലെ മെഷീന്റെ ശബ്ദങ്ങളൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും അവരുടെ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഹെഡ്സെറ്റ് വെക്കാതെ ഒരു പെണ്ണ് മാത്രമുണ്ട്. അതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. സത്യത്തിൽ അവൾക്ക് ഈ ഹെഡ്സെറ്റിന്റെ ആവശ്യമില്ല, കാരണം അവൾക്ക് ചെവി കേൾക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അവൾ അവിടെ നിൽക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ഈ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ച് നിനക്കൊരു ഫോൺ വരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട അവള് അവളുടെ ചെവിയിലേക്ക് ഒരു ഇയർബഡ് എടുത്ത് വെക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്തായാലും ശബ്ദം കേൾക്കാൻ കഴിയും. അങ്ങനെ നേരെ ഫോൺ എടുത്തു വന്ന് നോക്കുമ്പോൾ അതിലാരും 2 തവണ മിസ് കോൾ അടിച്ചിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, പോലീസാണ്. ഇപ്പോൾ പോലീസുകാരെ വിളിക്കാൻ കാരണം എന്താണെന്നറിയോ? ഹീറോയിന്റെ സഹോദരി ഒരു 4 ദിവസമായിട്ട് അവരുടെ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ കമ്പനിയിലുള്ള ആൾക്കാരാണ് അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ പോലീസിന് കംപ്ലൈന്റ് ചെയ്തത്. അങ്ങനെയാണ് പോലീസുകാർ ഹീറോയിനെ വിളിച്ച് ഈ കാര്യം ചോദിക്കുന്നത്. ഇപ്പോൾ നീ അവളെ വിളിക്കാറുണ്ടോ, കണ്ടിട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഇതുപോലെ ഞാൻ എൻ്റെ സഹോദരിയെ കണ്ടിട്ട് കുറച്ച് നാളായി. എന്തായാലും അവൾ താമസിക്കുന്ന സ്ഥലം ഏതാണെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ പോയിട്ട് അവൾ ഉണ്ടോ ഇല്ലയോ, എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിനെ നമുക്ക് എന്തായാലും ജെ എന്ന് വിളിക്കാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ ജെ നേരെ അവളുടെ സഹോദരി താമസിക്കുന്ന ആ അപ്പാർട്ട്മെന്റിന്റെ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഡോറിൽ എന്തോ ഒട്ടിച്ചേക്കുന്നു. അതിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് നിങ്ങൾ കുറച്ച് സമാധാനമായിട്ടിരിക്കണം. ഇതിലും കൂടുതൽ എനിക്ക് ഇനി അപേക്ഷിച്ച് ചോദിക്കാൻ കഴിയത്തില്ല, എന്നെ കൊണ്ട് താഴെ താമസിക്കാനായിട്ട് കഴിയുന്നില്ല എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഇത് ആരാണ് എഴുതിയെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അകത്തേക്ക് പോകും. അങ്ങനെ അപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ സീലിംഗിൽ സൗണ്ട് പ്രൂഫിന്റെ കാര്യങ്ങളെല്ലാം ഒട്ടിച്ചുള്ളത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ റൂമിനകത്തുള്ള എല്ലാ കാര്യങ്ങളും വലിച്ചു വാരിയിട്ടേക്കുന്നു. വീടിനകത്ത് എന്തായാലും ജയുടെ സഹോദരിയില്ല. അങ്ങനെ ജയ് തന്റെ ഫോൺ എടുത്ത് അവളുടെ സഹോദരിയെ വിളിക്കുമ്പോൾ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. അപ്പോഴേക്കാണ് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവർ രണ്ടുപേരും ഇതേ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ആ സമയത്ത് ജയുടെ സഹോദരിക്ക് ഈ സീലിംഗിൽ നിന്ന് നല്ല രീതിയിൽ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞ് അവൾ വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും. അതേപോലെ തന്നെ ഈ മോപ്പ് എടുത്ത് സീലിംഗിലേക്ക് ഇട്ട് തട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ജയ അവളോട് പറയും, നീ വെറുതെ എന്തിനാ അങ്ങനെയെല്ലാം ചെയ്യുന്നേ, അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഇല്ല ചേച്ചി, അവർ മനഃപൂർവ്വം അത് ചെയ്യുന്നതാണ്, എനിക്കത് നല്ലതുപോലെ അറിയാൻ കഴിയും. ശരി, നീ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കേ, ഇപ്പൊ ആ ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞിട്ട് ദേ കേൾക്കുന്നുണ്ടോ, ഇതൊരു വിചിത്രമായിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ മോപ്പ് എടുത്ത് മുകളിലേക്ക് തന്നെ തട്ടുകയാണ്. അപ്പോൾ ജയ് പറയുന്നുണ്ട്, എനിക്ക് ആ ശബ്ദം കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവള് പറയും, നിനക്കത് കേൾക്കാത്തതാണോ അതോ അതുപോലെ നീ അഭിനയിക്കുന്നതാണോ എന്നും പറഞ്ഞ് ആ സഹോദരി നിരെ റൂമിനകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്തതിനു ശേഷം വീണ്ടും ജയെ കാണിക്കുമ്പോൾ അവൾ എന്തായാലും സഹോദരി ജോലി ചെയ്ത ആ ഓഫീസിലേക്ക് ചെന്ന് അന്വേഷിക്കുകയാണ്. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോഴത്തേക്ക് അവളോടൊപ്പം ജോലി ചെയ്യുന്ന അവളുടെ സുഹൃത്ത് അവനോട് ചെന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല, അവസാനമായിട്ട് ഞാൻ അവളെ കണ്ടത് കുറച്ച് നാളുകൾക്ക് മുന്നെയാണ്. അന്നത്തെ ദിവസം അവൾ എന്നെ വിളിക്കുമ്പോൾ അവളുടെ അപ്പാർട്ട്മെന്റിൽ നിന്നും വിചിത്രമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ശബ്ദമൊന്നും കേട്ടില്ല എന്ന് പറയുമ്പോൾ ജയ് ഇപ്പൊ അവളുടെ നമ്പർ അവന്റെ കൊടുത്തിട്ട്, നിനക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ജയ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ജയ് വീണ്ടും ആ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വന്ന്
സഹോദരിയുടെ ബാഗ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഫോണുണ്ട്. ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ചാർജ് ഇല്ല. ഈ ചാർജ് പോലും ചെയ്യാതെ ഇവിടെ എവിടെയാ പോയത് എന്ന് പറഞ്ഞ് ആ ബാഗിൽ നിന്ന് ചാർജർ എടുക്കുമ്പോൾ ഈ ബാഗ് മാറ്റുന്ന സമയത്ത് തറയിൽ മുഴുവനായിട്ടും പായൽ പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ട ജെ ചെറുതായിട്ടൊന്ന് പേടിക്കും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ചുമരിൽ ആരോ ഇടിക്കുന്നത് പോലെ സീലിംഗിലൂടെ ആരോ ഓടുന്നത് പോലെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ആ വീട്ടിലെ ഫോൺ റിങ് ചെയ്യുന്നതും ഹീറോയിനെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ആരാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മുൻ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറയും. പക്ഷെ അത് വ്യക്തമായിട്ട് കേൾക്കുന്നില്ല. അങ്ങനെ ജെ പതിയെ ആ ഡോറിന് മുന്നിലേക്ക് വന്ന് അത് പതിയെ തുറന്നു വെക്കും. ഫുള്ളായിട്ട് തുറക്കത്തില്ല. അപ്പോഴാണ് വെളിയിൽ ഒരാൾ നിൽക്കുന്നു. അയാള് ഹീറോയിനോട് ചോദിക്കും, അല്ല ഈ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന പെണ്ണിന്റെ ചേച്ചിയാണോ നിങ്ങള്? അതെ, എന്റെ സഹോദരിയെ നിങ്ങൾക്ക് അറിയോ? അറിയാം, ഞാൻ താഴത്തെ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. സത്യം പറയാലോ, എന്റെ അപ്പാർട്ട്മെന്റിൽ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം മുകളിലത്തെ ഈ റൂമിൽ നിന്ന് നല്ല രീതിയിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്കൊന്ന് ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ജെ ചോദിക്കും, അപ്പോൾ നീയാണ് ആ നോട്ടീസ് വെളിയിൽ ഒട്ടിച്ചത്? പക്ഷെ അതിന് മറുപടി പറയാതെ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിനക്ക് ദയവ് ചെയ്തൊരു കാര്യം ചെയ്യാം. ഓക്കെ, കുറെ നാളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വേറെ ആരും താമസമില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് എങ്ങനെ ശബ്ദം കേൾക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെ, ദയവ് ചെയ്ത് നിങ്ങളുടെ വാ മൂടിയിട്ട് നിങ്ങൾക്ക് ഉള്ളിലേക്ക് പോയിരിക്കാൻ കഴിയൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാ ഞാൻ വലിച്ചു കീറും എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോവാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നത് കുറെ ദൂരെയായിട്ട് ഒരു രൂപം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിനെ കാണുമ്പോൾ ഹീറോയിൻ വലിയ രീതിയിൽ മൈൻഡ് ചെയ്യാതെ ഡോർ അങ്ങ് അടച്ചിട്ട് അവൾ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് വന്ന ജെ അവളുടെ സഹോദരിയുടെ ഫോൺ എടുത്ത് ചാർജ് ആയല്ലോ, അതിന്റെ ലോക്ക് അഴിക്കാനായിട്ട് അവൾ ജനിച്ച വർഷം ടൈപ്പ് ചെയ്യുമ്പോൾ ലോക്ക് അഴിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഹീറോയിൻ, അവളുടെ സഹോദരി, അച്ഛനമ്മ ഇവരെല്ലാവരും കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിച്ചു. ആ ഒരു അപകടത്തിലാണ് ഹീറോയിന്റെ സഹോദരിയുടെ കാലൊടിഞ്ഞതും അതേപോലെ തന്നെ ജയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടതും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ട് വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ ജയ നേരെ അവിടെയുള്ള സെക്യൂരിറ്റിയെ പോയി കാണും. എന്നിട്ട് അവളുടെ സഹോദരിയെ പറ്റി ചോദിക്കുമ്പോൾ അവളെ കാണാതാവുന്നതിന് മുന്നേ അവസാനമായിട്ട് അവൾ എന്നോട് വന്ന് പറഞ്ഞത് അവളുടെ അപ്പാർട്ട്മെന്റിൽ എന്തോ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞ് എന്നോട് കംപ്ലൈന്റ് ചെയ്തിരുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവളുടെ റൂമിലേക്ക് പോയതിനു ശേഷം പിന്നീട് ഒരിക്കലും ഞാൻ അവളെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ജയ പറയും, അവളുടെ അപ്പാർട്ട്മെന്റിന്റെ താഴെ താമസിക്കുന്ന ഒരുത്തൻ ദേ എന്നോട് നേരത്തെ വന്നിട്ട് എന്നെ കൊല്ലുമെന്നെല്ലാം ഭീഷണിപ്പെടുത്തി. ഒരുപക്ഷെ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ, എനിക്ക് അവനെയാണ് സംശയം ആ ഒരു സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട്. അപ്പൊ ആ സെക്യൂരിറ്റി പറയും, ഇല്ല, നിന്റെ സഹോദരിക്കാണ് എന്തോ ഒരു പ്രശ്നമുള്ളത്. കാരണം അവളുടെ അപ്പാർട്ട്മെന്റിൽ ശബ്ദം ഉണ്ടെന്നും പറഞ്ഞ് അവൾ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇപ്പൊ നിന്റെ സഹോദരിയെ കാണാനില്ല. നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് 604 അവിടെ താമസിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അതെന്താ 604 അത്രയും ശ്രദ്ധിക്കാനായിട്ട്? കാരണം കുറച്ച് നാൾക്ക് മുന്നേ എന്നിങ്ങനെ പറയാനായിട്ട് വരുന്നതും പെട്ടെന്നൊരു ലേഡി ഡോർ അങ്ങ് തുറക്കാണ്. എന്നിട്ട് ആ സെക്യൂരിറ്റിയോട് പറയും, അതെ, നിങ്ങളുടെ ആ ഒരു ബേസ്മെന്റ് ഒന്ന് തുറന്നു കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച് ആ സെക്യൂരിറ്റിയെ വിളിച്ച് നേരെ അവിടെ ബേസ്മെന്റിലേക്ക് ചെന്ന് അവിടുത്തെ ഡോർ തുറക്കുന്നതും നല്ല രീതിയിൽ നാറ്റോടിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് അതിനകത്ത് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളെല്ലാം കൊണ്ട് ഇട്ടേക്കാണ്. അപ്പൊ ഇവിടെ നിന്നാണല്ലേ ഈ നാറ്റോടിക്കുന്നത്, എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി പറയും, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെയുള്ള ആളുകളുടെ വേസ്റ്റ് എല്ലാം ഇവിടെയാണ് കൊണ്ടിടുന്നത്. ഇത്രയും സ്മെല്ലുള്ളത് കൊണ്ടാണ് ഞാനത് ലോക്ക് ചെയ്തത്. ഓ, അപ്പോൾ ഇതുകൊണ്ടാണല്ലേ ഈ നാറ്റം വരുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ലേഡി സെക്യൂരിറ്റിയെ വഴക്ക് പറയുമ്പോൾ ഈ അപ്പാർട്ട്മെന്റിന്റെ ഓണർ പെട്ടെന്ന് താഴേക്ക് വന്നിട്ട്, ഓ പിന്നെ നിങ്ങൾ തരുന്ന കുറച്ച് പണം കൊണ്ട് ഇതെല്ലാം ഇപ്പൊ ക്ലീൻ ചെയ്യണമെന്നാണോ? ഇതെല്ലാം ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഒരുപാട് പണമാവും. അതിന് പണം വരാ നിങ്ങളാണോ തരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു വേസ്റ്റിന് മുകളിലാണ് താമസിക്കേണ്ടത്. അപ്പൊ ആ ലേഡി പറയും, ഓ നിങ്ങളിവിടെ വാടകയ്ക്കല്ലേ താമസിക്കുന്നത്, അല്ലാതെ ഞങ്ങളായിട്ടല്ല ഈ ഒരു കാര്യം ചെയ്തത്, ഇവിടെ താമസിക്കുന്നവർ തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റിയെ കൂട്ടിക്കൊണ്ടുവന്ന ആ ലേഡി ഉണ്ടല്ലോ, അവര് ഈ ഒരു ഓണറിനോട് പറയും, കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ഞാൻ ഇവിടെ താമസത്തിനായിട്ട് വന്നത്, പിന്നെ ഞങ്ങൾ ഈ കാര്യം ചെയ്തതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങളത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ ലേഡി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പൊ ഈ ഓണർ ലേഡി സെക്യൂരിറ്റിയോട് പറയും, ഓക്കെ, ആ ഡോർ അങ്ങ് മൂടാൻ പറഞ്ഞിട്ട് ആ ഓണർ ലേഡി അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ജെ വിടുന്ന ആ സെക്യൂരിറ്റിയോട് ചോദിക്കും, അല്ല നേരത്തെ 604 എന്തോ ഒരു കാര്യം നടക്കുന്നതെന്ന് നിങ്ങൾ പറയാൻ വന്നല്ലോ, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഓണർ ലേഡി വീണ്ടും സെക്യൂരിറ്റിയെ കണ്ടിട്ട്, ഹേയ് നിങ്ങൾ ഇത്ര നേരമായിട്ട് ഇവിടെ നിന്ന് പോയില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ സെക്യൂരിറ്റി പറയും, പിന്നീട് പറയാം മേഡം എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ജെ അവൾ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് ആ മാനേജറോട് പറയും, അതെനിക്ക് കുറച്ച് നാളുകൂടി ലീവ് വേണമായിരുന്നു, എന്റെ സഹോദരിയെ കാണാനില്ല, അവളെ കണ്ടുപിടിക്കാനാണെന്ന് പറയുമ്പോൾ അയാള്, ഓ നിനക്ക് ചെവിയും കേൾക്കാൻ കഴിയത്തില്ല, അത് പാവം തോന്നിയിട്ട് നിനക്ക് ജോലിയും തന്ന് താമസിക്കേണ്ട സ്ഥലവും തന്നു കഴിഞ്ഞാൽ നിന്റെ ഇഷ്ടത്തിന് നീ ലീവ് എടുക്കുവാണോ എന്ന് പറഞ്ഞ അയാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഹീറോയിൻ അവളുടെ ഫോൺ എടുത്ത് അയാൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അത് ടൈപ്പ് ചെയ്ത് കാണിക്കും. എന്താന്ന് വെച്ചാൽ ജെ അവൾ ഇയർഫോൺ വെച്ചിട്ടില്ല, കാരണം വേറെ ഒന്നല്ല, അയാൾ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്ന കാരണം അതൊന്ന് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ജെ വീണ്ടും ഈ അപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് വെളിയിൽ വീണ്ടും ആ സൈക്കോ ഉണ്ടല്ലോ നേരത്തെ കണ്ട, അവൻ ഈ ഒരു പേപ്പർ എഴുതി ഒട്ടിച്ചേക്കാണ്. അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താ തമാശയായിട്ടാണ് തോന്നുന്നത്, എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ ജെ വിചാരിക്കും, ഇവനെന്താ ഭ്രാന്താണോ, ആളില്ലാത്ത വീട്ടിൽ നിന്ന് എങ്ങനെ ശബ്ദം കേൾക്കുന്നത് എന്നുള്ള രീതിയിൽ
അവൾ അത് വലിച്ചു കളഞ്ഞ് അകത്തേക്ക് കയറി പോകുമ്പോൾ കുറെ ദൂരെയായിട്ട് ആ പ്രേതം ഉണ്ടല്ലോ നേരത്തെ കാണിച്ച ആ രൂപം അവിടെ തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ അകത്തേക്ക് വന്ന ജെ കബോർഡ് തുറന്ന് അതിന്റെ അകത്തേക്ക് തുണി വെക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുന്നു. അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ജയ്ക്ക് വേണ്ടി അവളുടെ സഹോദരി വാങ്ങി വെച്ച ഒരു ഗിഫ്റ്റാണത്. അതിലെന്താന്ന് വെച്ചാല് അവൾക്ക് ചെവി കേൾക്കാൻ കഴിയുന്ന ആ ഒരു ഹെഡ്ഫോൺ ഉണ്ടല്ലോ, അതാണ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. ഇതിലാണെങ്കിൽ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് പാട്ടും കേൾക്കാം, അതേപോലെ തന്നെ വെളിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാനും കഴിയും. ഇത് നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് പണം ചേർത്ത് വെച്ച് വാങ്ങിച്ചതാണെന്നും പറഞ്ഞ് ഒരു ലെറ്ററും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിനക്കിത് വാങ്ങിയത്. നിനക്ക് വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും എന്നെല്ലാം അവൾ ആ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹീറോയിൻ ഇങ്ങനെ കേൾക്കാണ്. അങ്ങനെ അതെല്ലാം കേട്ട് നല്ലതുപോലെ ഫീൽ ചെയ്ത് ജയ നേരെ ആ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും അതിൽ 10 എന്നുള്ള ആ ഒരു ഡേറ്റ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ നമ്പര് ഫോണിന്റെ പാസ്വേഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ അത് അടിച്ചു നോക്കുമ്പോൾ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. അങ്ങനെ തന്റെ സഹോദരി അവസാനമായിട്ട് ആൾക്കാണോ വിളിച്ചത് അതാരാണെന്ന് അറിയാൻ വേണ്ടി കോൾ റെക്കോർഡെല്ലാം നോക്കിയിട്ട് ആ ഒരു നമ്പറിലേക്ക് ഇങ്ങനെ വിളിക്കും. പക്ഷേ ഇപ്പോൾ വിളിക്കുമ്പോൾ കിട്ടത്തില്ല, കാരണം ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ജെ അതിലൊരു വോയിസ് മെസ്സേജ് അയച്ചു വിടും, നിങ്ങൾ ഈ ഒരു മെസ്സേജ് കാണുവാണെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. അതും കൂടാതെ അവളുടെ ഫോണില് അവൾ കുറെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കാണ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇടയ്ക്ക് ഡും ഡും എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നു. അതേപോലെ തന്നെ അവളുടെ സഹോദരി കരയുന്ന ശബ്ദം. ഈ ശബ്ദം എന്നെ കൊല്ലുന്നുണ്ട്, എനിക്കിത് കേൾക്കാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ കരയുന്നു. അതും കൂടാതെ മറ്റൊരു ശബ്ദം കൂടി കേൾക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തമുള്ളൊരു ശബ്ദം. ഇത് കേട്ട് ഹീറോയിൻ നല്ലതുപോലെ പേടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആകെ കൺഫ്യൂഷനായിട്ട് അവൾ കുളിക്കാനായിട്ട് പോവാണ്. അപ്പോഴാണ് അവളുടെ വീട്ടിലുള്ള ആ ഇന്റർകോം ഉണ്ടല്ലോ അതിൽ ശബ്ദം കേട്ടിട്ട് അവൾ ഓടിച്ചെന്ന് അത് എടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ഹേയ്, നീ അകത്തുണ്ടോ? ഡോർ ഓപ്പൺ ചെയ്യ്, ഞാൻ വെളിയിൽ നിൽക്കുവാണെന്ന് പറയുന്നതും ജയ് ഓടിച്ചെന്ന് ആ ഡോർ തുറക്കാണ്ട് ചെല്ലും. പക്ഷെ ഡോർ തുറക്കുന്നതിന് മുന്നേ അവളൊരു കാര്യം ആലോചിക്കും. ഈ ഫ്ലാറ്റിന്റെ ഡോറിലെ നമ്പർ ലോക്ക് വെച്ചിട്ട് തുറക്കാൻ കഴിയും. ആ നമ്പർ എന്തായാലും തന്റെ സഹോദരിക്ക് അറിയാം. അത് അറിഞ്ഞിട്ടും അവൾ എന്തുകൊണ്ട് ഇത് തുറന്നു വന്നില്ല, എന്തുകൊണ്ട് അവൾ വെളിയിൽ നിൽക്കുന്നേ എന്നുള്ള രീതിയിൽ. അല്ല, നിനക്ക് ഈ പാസ്വേഡ് അറിയത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ആരും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ജയ് എന്താ ചെയ്യുന്ന വെച്ചാൽ വെളിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ ഡോറിന്റെ ഹോൾ ഉണ്ടല്ലോ അതുവഴി കണ്ണ് വെച്ച് വെളിയിലേക്ക് നോക്കുമ്പോൾ അതേപോലെ തന്നെ ഒരു ഇരുണ്ട കണ്ണ് അവിടെ നിന്ന് ഉള്ളിലേക്ക് ഹീറോയിനെ നോക്കുന്നത് പോലെ. ഇത് കണ്ട് ഹീറോയിൻ നല്ലതുപോലെ പേടിച്ചു പോകും. അതേപോലെ തന്നെ നഖം വെച്ചിട്ട് ഇരുമ്പിൽ തേച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവും അതുപോലെ ശബ്ദവും ആ ഡോറിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ജയ് പറയും, നീ എന്റെ സഹോദരിയല്ല, നീ ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പല്ല് കടിക്കുന്ന ശബ്ദവും അതേപോലെ തന്നെ ഇരുമ്പിലേക്ക് നഖം വെച്ചിട്ട് ഇങ്ങനെ മാന്തുന്ന ആ ഒരു ശബ്ദവും വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഈ ശബ്ദം കേട്ട് ജയ്ക്ക് അത് സഹിക്കാൻ പോലും കഴിയുന്നില്ല. അവൾ നല്ലതുപോലെ വേദന കാരണം അലറി വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ജയ് അടുത്ത ദിവസം കണ്ണുറക്കാണ്. അപ്പോഴാണ് വെളിയിൽ എന്തോ ശബ്ദം കേട്ട് ജയ് നേരെ ഡോർ തുറന്ന് നോക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ അവരിപ്പോൾ അടുത്ത വീട്ടിലുള്ള ഒരുത്തനായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. ഇതുപോലെ ഹീറോയിനെ വിളിക്കാൻ വേണ്ടി അവൻ വീട്ടിലേക്ക് വന്ന് ഡോറിൽ തട്ടുമ്പോൾ ഹീറോയിൻ ഡോർ തുറന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്തുള്ള അയൽക്കാരൻ നീ എന്തിനാ ഇങ്ങനെ ഡോറിട്ട് തട്ടുന്നതെന്ന് ചോദിച്ചിട്ടാണ് അവനുമായിട്ട് വഴക്കുണ്ടാക്കുന്നത്. അങ്ങനെ ജയ് അവനെ വീടിനകത്തേക്ക് കൊണ്ടുവന്നിട്ട്, അല്ല നീ എന്റെ സഹോദരിയായിട്ട് എന്താ ബന്ധവും ചോദിക്കുമ്പോൾ, ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണ്, കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് നാളായിട്ട് ഞാൻ വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കുന്നില്ല. അതേപോലെ തന്നെ കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കുന്നില്ല. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ആ സഹോദരിയുടെ ഫോണിൽ ഒരു കോള് വരുന്നു. ഇന്നലെ ജയ് അവളുടെ ഫോണിൽ നിന്ന് ആരൊക്കെ അവൾ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളെ കോൾ ചെയ്തിരുന്നല്ലോ, അതുപോലെ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ ഒരു മെസ്സേജ് അയച്ചിരുന്നു. ആ ഒരാളാണ് ഇപ്പോൾ തിരിച്ചു വിളിക്കുന്നത്. ആ മെസ്സേജ് കണ്ടിട്ട് ആ വിളിക്കുന്നത് വേറെ ആരുമല്ല, ഈ ഫ്ലാറ്റ് അവളുടെ സഹോദരിക്ക് വിറ്റ ആ ഒരു ബ്രോക്കറാണ് അവൾ വിളിക്കുന്നത്. അങ്ങനെ ജയ് ആ ബ്രോക്കറിനെ കാണാനായിട്ട് വന്നിട്ട്, അല്ല എന്റെ സഹോദരി അവസാനമായിട്ട് നിങ്ങൾ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഓ നിങ്ങളുടെ സഹോദരിയോ, അവൾ താമസിക്കുന്ന ആ ഫ്ലാറ്റിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ എന്നെ വിളിച്ചത്. അതും കൂടാതെ നിങ്ങളുടെ സഹോദരി ആ വീടിനകത്തൊരു പ്രേതത്തെ കണ്ടു എന്നും പറഞ്ഞു, എന്തോ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇതുപോലെ ഡെയിലി എന്നെ വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തും. കൂടാതെ നിങ്ങളുടെ ഫ്ലാറ്റിലെ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജയ് ചോദിക്കും, അല്ല ഏത് സ്ഥലത്താണ് അവർ തൂങ്ങി മരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ജയ് അവൾ ആലോചിച്ച് നോക്കുകയാണ്. അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഏതോ പെണ്ണ് തൂങ്ങി നിൽക്കുന്നത് പോലെ. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും, ജയും ആ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും തിരിച്ച് ആ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ വരികയാണ്. വരുമ്പോൾ ഇവരുടെ ഡോറിലെ താഴത്തെ ആ ഒരു സൈക്കോ ഉണ്ടല്ലോ അവൻ വീണ്ടും എഴുതി ഒട്ടിച്ചേക്കാണ്, ഇനി എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല, ഇനി നീ ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ നിന്നെ എന്തായാലും ഞാൻ കൊല്ലും, ഇതാണ് നിനക്ക് തരുന്ന അവസാന വാണിംഗ് എന്ന് പറഞ്ഞ്. ഇത് കാണുമ്പോൾ ജയ് അവനോട് പറയും, ദേ കണ്ടോ ഞാൻ എത്ര പറഞ്ഞിട്ടും അയാൾ കേൾക്കുന്നില്ല, ഈ വീട്ടിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാലും അയാൾ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബോയ് ഫ്രണ്ട് പറയും, ഇല്ല ഞാൻ പോയി ചോദിക്കണോ, വേണ്ട വിട്ടേക്കെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ ആ ബോയ് ഫ്രണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അകത്ത് വന്നിട്ട് അവളുടെ സഹോദരിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ റെഡിയാക്കുന്നുണ്ട്. ആ സമയത്ത് ജയ് പോലീസുകാരെ വിളിച്ചിട്ട് എന്റെ സഹോദരിയെ പറ്റി എന്തെങ്കിലും വിവരം അറിഞ്ഞു, അതും കൂടാതെ താഴത്തെ റൂമിലുള്ള ഒരുത്തൻ എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട്, എനിക്ക് അവനെ നല്ല സംശയമുണ്ട് എന്നുള്ള കാര്യം പോലീസുകാരോട് പറയുന്നുണ്ട്.
അപ്പോഴാണ് പോലീസുകാർ പറയുന്നത്, ഞങ്ങൾ ഫ്ലാറ്റിനകത്തുള്ള ക്യാമറയും അതേപോലെ തന്നെ റോഡിലുള്ള ക്യാമറകളും പരിശോധിച്ചിരുന്നു. പക്ഷെ നിങ്ങളുടെ സഹോദരി ഈ അപ്പാർട്ട്മെന്റ് വിട്ട് ഒരിക്കലും പുറത്തേക്ക് വന്നിട്ടില്ല. ആ അപ്പാർട്ട്മെന്റിൽ എവിടെ ഉണ്ടാവണം നിങ്ങളുടെ സഹോദരി? അതുകൂടാതെ നിങ്ങളുടെ സഹോദരി അവളുടെ വാലറ്റ്, ഫോൺ ഇതെല്ലാം വീട്ടിൽ തന്നെ ഉപേക്ഷിച്ചിട്ടല്ലേ പോയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സഹോദരി ഒരിക്കലും അപ്പാർട്ട്മെന്റ് വിട്ട് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ജയ പറയും, അങ്ങനെയാണെങ്കിൽ താഴത്തെ റൂമിലുള്ള ആ ഒരുത്തൻ, അവനെയാണ് എനിക്ക് സംശയം. നിങ്ങൾ അവനെ ചോദ്യം ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അതുപോലെ ആ ഒരു പേപ്പർ ഒട്ടിച്ചത് അവനാണെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? അതുകൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് പോലീസുകാർ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ ബോയ് ഫ്രണ്ട് ആ നോട്ടീസെല്ലാം റെഡിയാക്കിയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും അത് കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ ഇന്റർകോമിൽ കോൾ വരുന്നു. ആരാണെന്ന് ചെന്ന് നോക്കുമ്പോൾ ആ സൈക്കോ ഉണ്ടല്ലോ അവനാണ്. അപ്പോഴാണ് ആ ബോയ് ഫ്രണ്ട് പറയുന്നത്, ഓക്കെ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞ് അവൻ ഡോറിനടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ജയ ആണെങ്കിലോ ഒളിച്ചു നിൽക്കാണ്. അപ്പോഴാണ് അവൻ ചോദിക്കുന്നത്, അല്ല നിങ്ങളിപ്പോൾ എന്താ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ ആ ഡോറിന്റെ ഗ്യാപ്പ് വഴി ഹീറോയിൻ ഉള്ളിലുണ്ടോ ഇല്ലേന്ന് നോക്കിയിട്ട്, ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടോ അതോ ഒരാളേ ഉള്ളോ? എന്തായാലും അവളോട് പറഞ്ഞേക്ക്. അവസാനമായിട്ട് ഞാൻ മാന്യമായിട്ട് ചോദിക്കാണ്, ഇനി ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തൊരു വാണിംഗ് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് ആ ബോയ് ഫ്രണ്ട് ജയോട് പറയുന്നത്, അടുത്ത തവണ അവൻ വരുവാണെങ്കിൽ ഒരിക്കലും ഡോർ പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്യരുത്, കാരണം അവന്റെ കയ്യിൽ എന്തോ ഒരു കാര്യം അവൻ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതും ഇപ്പൊ ആ സൈക്കോയെ കാണിക്കുമ്പോൾ അവനിങ്ങനെ നടന്നുപോയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു കത്തിയാണ്. അപ്പൊ അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യവും ആ കത്തി തന്നെയാണ്. എന്നിട്ട് നല്ല ദേഷ്യത്തില് അവന്റെ റൂമിനടുത്തേക്ക് ചെന്ന് അവന്റെ കത്തി കൊണ്ട് ആ പാസ്വേഡ് കുത്തി ഇങ്ങനെ തുറക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ ജയയെ കാണിക്കുമ്പോൾ അവളിപ്പോൾ അവളുടെ സഹോദരിയുടെ ആ പോസ്റ്റർ ഉണ്ടല്ലോ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള അത് ഈ അപ്പാർട്ട്മെന്റിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയ പയ്യൻ ഈ അപ്പാർട്ട്മെന്റിന്റെ അടിയിലായിട്ട് ബേസ്മെന്റ് ഉണ്ടല്ലോ അവിടേക്ക് നോക്കിയേനെ ഇരിക്കുന്നു. അപ്പോൾ ജയ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട്, ഈ രാത്രിയിൽ നീ അവിടെ എന്താ നോക്കുന്നേ എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ അവൻ കുറേ നേരമായിട്ട് അവിടെ തന്നെ നോക്കിയിരിക്കാണ്ട് മറുപടി ഒന്നും പറയാതെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ ആ പയ്യൻ പോയതിന് ശേഷം ഹീറോയിൻ അവിടെ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ടോർച്ച് അടിച്ച് അതിനുള്ളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരു ലേഡി വന്നിട്ട്, അല്ല നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും നിന്ന് സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ജയ് പറയുന്നത്, ഇതുപോലെ എൻ്റെ സഹോദരിയെ കാണാനില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം അവരോട് പറയുമ്പോൾ ഇവിടെ അടുത്തായിട്ട് പാർക്കുണ്ട്, അവിടെ ഒരു ഊഞ്ഞാല ഇങ്ങനെ ആടുന്നത് പോലെ ഒരു ചെറിയ പെൺകുട്ടി ഇരിക്കുന്നത് പോലെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിൻ്റെ അടുത്തിരിക്കുന്ന ആ ലേഡി പെട്ടെന്ന് ശരി ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് നടന്നിങ്ങനെ പോകുന്നതും ഇപ്പൊ ആ ഊഞ്ഞാലയിലുള്ള പെൺകുട്ടീനെ കാണാനില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ജയ നേരെ റൂമിലേക്ക് വന്ന് അവളുടെ മുഖം കഴുകുന്ന സമയത്താണ് ആ വാഷ് ബേസിൻ ഉണ്ടല്ലോ അതിന്റെ പൈപ്പിൽ നിന്നും ഇതുപോലെ തന്റെ സഹോദരി കരയുന്ന ആ ശബ്ദം അവൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത് കൺഫേം ചെയ്യാൻ വേണ്ടി അവൾ ആ പൈപ്പിലേക്ക് ചെവിയെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ ആ ശബ്ദം കേൾക്കുന്നില്ല. ഒരുപക്ഷെ തനിക്ക് തോന്നിയതായിരിക്കാന്ന് പറഞ്ഞ് അവൾ നേരെ ഹാളിലേക്ക് വന്നിരിക്കും. ആ സമയത്താണ് ഈ ഡോറ് ആരും അൺലോക്ക് ചെയ്യുന്നത് പോലെ പാസ്വേഡ് എല്ലാം അടിച്ച് പെട്ടെന്ന് ഡോർ തുറന്ന് വരുമ്പോഴത്തേക്ക് അത് വേറെ ആരുമല്ല അവളുടെ സഹോദരി. ഇത് കാണുമ്പോൾ ജി ഓടി അടുത്തേക്ക് ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച്, അല്ല നീ ഇത്രയും നാൾ എവിടെ പോയത്, ഞാൻ നിന്നെ എവിടേക്ക് അന്വേഷിച്ചു. അപ്പോഴാണ് ആ ഒരു സഹോദരി, ഏയ് നീ വെറുതെ അഭിനയിക്കൊന്നും വേണ്ട, കാണാതെ പോയവൾ പെട്ടെന്ന് തിരിച്ചു വന്നു എന്നുള്ള ആ ടെൻഷനല്ലേ നിനക്ക് എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് നടന്ന് ഇങ്ങനെ പോവും. അപ്പൊ ഇവളെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നേ എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിൽക്കുമ്പോൾ സഹോദരി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് റൂമിനകത്തേക്ക് കയറിപ്പോവും. അപ്പോഴാണ് ജയ പെട്ടെന്ന് റൂമിനകത്തേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ അവളുടെ സഹോദരിയെ കാണാനില്ല. ഇപ്പോഴല്ലേ റൂമിനകത്തേക്ക് കയറിപ്പോയെ, അവൾ എവിടെ പോയെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് ഹാളിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവളുടെ സഹോദരി അവിടെ ഹാളിൽ തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നു. ഓടി ചെന്നിട്ട് അവളുടെ കാലിലേക്ക് പിടിച്ചിങ്ങനെ കരയുന്നതും പെട്ടെന്ന് അവൾ കണ്ണു തുറന്ന് എഴുന്നേൽക്കാണ്. സത്യത്തിൽ ഇതെല്ലാം അവളുടെ സ്വപ്നമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് നേരെ കിച്ചണിലേക്ക് വന്ന് ഇത്തിരി വെള്ളം കുടിക്കുന്ന സമയത്താണ് അവളുടെ ഫോണിൽ ഒരു ആപ്പ് ഉണ്ട്. അതിൽ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്ന് ടെസ്റ്റ് ആയിട്ട് കാണിക്കും. ഇപ്പൊ എന്താ സംഭവിക്കുന്നറിയോ, അവളുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് അതിലിങ്ങനെ ടെസ്റ്റ് വരുന്നു. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ സംസാരിക്കണമല്ലോ. പക്ഷെ അവിടെ ആരും ഇല്ലാതെ ഈ കാര്യം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവൾ ഓടി വന്ന ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ബാൽക്കണിയിൽ നിന്നും അവിടെയുള്ള ആ ഡോർ തുറന്ന് ഏതോ ഒരു രൂപം അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത് പോലെ. ഇത് കണ്ട് പേടിച്ചിട്ട് ജെ മെയിൻ ഡോറിന്റെ അടുത്തേക്ക് ഇങ്ങനെ ചാരി നിൽക്കാണ്. ഡോർ തുറന്ന് വെളിയിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഡോറിന് വെളിയിൽ ആരും ഇടിക്കുന്നൊരു ശബ്ദം. ആരാന്ന് വെച്ചാൽ ആ ഒരു സൈക്കോ ഉണ്ടല്ലോ താഴത്തെ, അവനാണ് ഈ റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കൊല്ലാനായിട്ട് വന്ന് നിൽക്കാണ്. അപ്പോൾ നമ്മുടെ ജെ ബാൽക്കണിയിലേക്ക് നോക്കുമ്പോൾ അകത്തേക്ക് കയറാനായിട്ട് വന്ന ആ ഒരു രൂപം ഉണ്ടല്ലോ അതിനിപ്പോൾ അവിടെ കാണുന്നില്ല. അങ്ങനെ ജെ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു കത്തി എടുത്തിട്ട് ആ ബാൽക്കണിയുടെ അടുത്തേക്ക് ചെന്ന് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അത് കഴിഞ്ഞ് നേരെ മെയിൻ ഡോറിന്റെ അടുത്തേക്ക് വന്ന് ആ സൈക്കോ വെളിയിലുണ്ടോ എന്ന് നോക്കുമ്പോൾ അവനും അവിടെ ഇല്ല. അങ്ങനെ സൈക്കോ അവിടെ നിന്ന് നടന്ന് അവന്റെ റൂമിലേക്ക് ഇങ്ങനെ പോവാണ്. പെട്ടെന്നാണ് മുകളിലത്തെ റൂമിൽ നിന്ന് വീണ്ടും ശബ്ദം കേൾക്കുന്നതും. ഇത് കേട്ട സൈക്കോ ഇതാരാ ഈ ശബ്ദം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട്, നിന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ നേരെ മുകളിലത്തെ റൂമിനടുത്തേക്ക് നടന്നു പോകും. എന്നിട്ട് ആരുടെ അതെന്നല്ലേ ചോദിക്കുമ്പോൾ കുറെ ദൂരെയായിട്ട് ഒരു തല മാത്രം ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത് എന്താണ് രൂപമെന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നില്ല.
അപ്പോഴേക്കാണ് പെട്ടെന്ന് അവന്റെ ചെവിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അവന് വേദന സഹിക്കാൻ കഴിയുന്നില്ല. കുറച്ചു നേരം ആ ശബ്ദം കേട്ട് പെട്ടെന്ന് നിൽക്കുമ്പോൾ അവൻ മുന്നിലേക്ക് നോക്കുന്നതും നേരത്തെ കണ്ട ആ രൂപത്തെ അവിടെ കാണുന്നില്ല. ഇവൻ പെട്ടെന്ന് തിരിഞ്ഞു വരുന്നതും ഒരു പ്രേതം അവന്റെ അടുത്തേക്ക് വന്ന് അവനെ പേടിപ്പിക്കും. ഇത് കണ്ട് പേടിച്ച ആ സൈക്കോ അവിടെ നിന്ന് ഓടാൻ തുടങ്ങാണ്. ഈ പ്രേതമാണെങ്കിൽ അവനെ ഫോളോ ചെയ്ത് പോകുന്നതും ഒരവസരത്തില് ഇവന്റെ കാല് തെറ്റി അവൻ ആ ബിൽഡിങ്ങിൽ നിന്ന് നേരെ താഴേക്ക് വീണ് സൈക്കോ അവിടെ വെച്ച് തന്നെ മരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോയിൻ ഈ താഴെ എന്തോ ശബ്ദം കേട്ട് അവളെ നേരെ ആൾ കൂടി നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ അതാ സൈക്കോ ആണ്. പോലീസുകാരെല്ലാം വന്നിട്ടുണ്ട്. ഇത് കണ്ട് അവൾ നല്ലതുപോലെ പേടിച്ച് ഛർദ്ദിച്ചു പോവും. എന്നിട്ട് ആ പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, നിങ്ങൾ സംശയിച്ചെന്ന് പറഞ്ഞില്ലേ, അയാളാണിത്. അപ്പോൾ ജെ പറയും, സാർ അങ്ങനെയാണെങ്കിൽ ഇവന്റെ റൂം ഇപ്പൊ നമുക്ക് തുറന്നു നോക്കാൻ കഴിയും. എന്റെ സഹോദരിയെ ചിലപ്പോൾ അവനായിരിക്കും പിടിച്ചു വെച്ചിട്ടുള്ളത്. ഒന്ന് നോക്കാൻ പറയുമ്പോൾ ആ പോലീസുകാരൻ കൂടെ നിൽക്കുന്ന മറ്റൊരു പോലീസുകാരനോട് വിളിച്ചു ചോദിക്കും, എന്തായി അവന്റെ റൂം പരിശോധിച്ചെന്ന് ചോദിക്കുമ്പോൾ, അതെ സാർ പരിശോധിച്ചു, പക്ഷെ അവന്റെ റൂമിൽ അങ്ങനെ വേറെ ആരെ കാണാനില്ല. വേണ്ടെന്തേ കേട്ടില്ലേ, അവന്റെ റൂമിലില്ല. ഇനിയിപ്പോ എന്തെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവനെ സംശയിക്കുന്നത്. അപ്പോൾ ജെ പറയും, ഇല്ല വാഷ് ബേസിനല്ലേ അവൾ എന്നെ വിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ ബിൽഡിങ്ങിന്റെ ഓണർ അവിടേക്ക് വരും. എന്നിട്ടാണ് ഹീറോയിനോട് പറയുന്നത്, വെറുതെ ഭ്രാന്തിയെ പോലെ ഇരുന്ന് സംസാരിക്കാതിരിക്കെ. ഈ 604 താമസിക്കുന്ന എല്ലാവരും ഇതുപോലെ ഭ്രാന്തന്മാരാണോ? ഇതിന് മുന്നേ ഒരു ഭ്രാന്ത് പിടിച്ചവനുണ്ടായിരുന്നു, ഇപ്പൊ നീയും എന്ന് പറയുമ്പോൾ ജെ ചോദിക്കും, ആരാ ആ റൂമിലുണ്ടായിരുന്നേ, ഇതിനു മുന്നേ അവർക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ അവരവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ജെ നേരെ പോകുന്നത് പാർക്കിൽ വെച്ചിട്ട് ലേഡിയെ രാത്രി കണ്ടിരുന്നല്ലോ, ആ ലേഡിയുടെ വീട്ടിലേക്കാണ്. അവരാണെങ്കിലോ ഹീറോയിനെ റൂമിൽ ഇരുത്തിയിട്ട് കോഫി ഇടാനായിട്ട് പോയേക്കാണ്. അങ്ങനെ ഹീറോയിൻ റൂമിലിരിക്കുമ്പോൾ അവരുടെ മകള് ഈ മുറിക്കകത്ത് ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. ഹീറോയിൻ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ വന്നിട്ട് പറയും, ഏയ് അതെന്റെ മകളാണ്, വെറുതെ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ ജെ പറയും, നിങ്ങളുടെ മകളെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ ആ ലേഡി ചോദിക്കും, അല്ല നിങ്ങൾക്ക് എന്നോട് എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെ, ആ ഓണർ ലേഡിയില്ലേ അവരെ പറ്റിയാണെന്ന് പറയുന്നതും ഇവർ പറയും, ഏയ് പതിയെ സംസാരിക്കേ, അവരടുത്ത റൂമിലാണ് താമസിക്കുന്നത്, നമുക്ക് റൂമിലേക്ക് പോവാന്നും പറഞ്ഞ് ഇപ്പോൾ ജെയെ വിളിച്ച് നേരെ റൂമിനകത്തേക്ക് ചെന്നിട്ട്, ഓക്കെ ഇപ്പോൾ പറഞ്ഞു, എന്താ ചോദിക്കാനുള്ളത്? ഞാൻ ഇപ്പോൾ താമസിക്കുന്ന അതേ റൂമിലെ ഇതിനു മുന്നേ ഒരു ഭ്രാന്തനാണ് താമസിച്ചതെന്ന് പറഞ്ഞു. അതാരാണെന്ന് എനിക്ക് അറിയത്തില്ല, അയാളെ പറ്റിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ അവരൊരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട്, ദേ ഇതാണ് ഈ ബിൽഡിങ്ങിന്റെ പഴയ ഓണർ, 304 അവർ താമസിച്ചിരുന്നത്. അതുമല്ല അവരുടെ റൂമിന് മുകളിൽ എന്തോ ശബ്ദം കേൾക്കുന്നു പറഞ്ഞിട്ട് അവരെന്നോട് വന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. കാരണം ഞാനും ചുമരിൽ എന്തോ ഇടിക്കുന്നു എന്ന് പറഞ്ഞ്. അതുകൊണ്ട് തന്നെ ഒരു ഭ്രാന്തിയെ പോലെയാണ് അവർ പെരുമാറിക്കൊണ്ടിരുന്നത്. അത് കാരണം അവരുടെ താഴത്തെ റൂമിലുള്ള ഒരു വീട്ടുകാരൻ ഇവർ ശബ്ദം അധികമായിട്ട് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ചെന്ന് അവരെ ചുറ്റിയലിനടിച്ച് കൊല്ലുമായിരുന്നു. ആ സമയത്ത് അവര് മരിക്കാതെ ജീവന് വേണ്ടി പോരാടുന്ന സമയത്ത് പല്ല് നല്ലതുപോലെ കടിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ തന്റെ കൈ വെച്ച് ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരുമെന്ന് വിചാരിച്ച് ആ ചുമരിൽ നല്ലതുപോലെ ഇടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെയുള്ളവരാണെങ്കിലോ അത് വേറെ ശബ്ദമാണെന്ന് വിചാരിച്ച് ആരും അത് മൈൻഡ് പോലും ചെയ്തില്ല. അങ്ങനെയാണ് ആ സ്ത്രീ മരിച്ചത്. അപ്പോൾ ജെ ചോദിക്കും, അതിനുശേഷം ആ കില്ലറിനെ പിടിച്ചോന്ന് ചോദിക്കുമ്പോൾ അതിനുശേഷം അവൻ എവിടെ പോയെന്ന് പോലും ആർക്കും അറിയത്തില്ല. ചിലർ പറയുന്നത് ഈ അപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടെന്ന്, ചിലർ പറയുന്ന അവൻ മരിച്ചു പോയെന്ന്. എന്താണ് സത്യം എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയും. അപ്പോൾ ജോ ചോദിക്കും, അല്ല ആ റൂമിൽ ഇപ്പോൾ ആരാ താമസിക്കുന്ന, കാരണം അവിടെ നിന്ന് ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ ഈ ലേഡി പറയും, ഇല്ല അവിടെ ആരും താമസിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ജോ ചോദിക്കും, എന്താ ആ ഫ്ലാറ്റിൽ ആരും ഇല്ലെന്നോ എന്ന് അതിശയത്തോടെ ഇങ്ങനെ ചോദിക്കാണ്. ആരും ഇല്ലാത്ത ഫ്ലാറ്റിൽ നിന്ന് എങ്ങനെയാ ശബ്ദം കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ ഇപ്പോൾ തിരിച്ച് അവളുടെ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഡോറിൽ വീണ്ടും ഈ പേപ്പർ ഒട്ടിച്ച് വെച്ചേക്കാണ്, ആ സൈക്കോ മരിച്ചു, പിന്നാരാ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അവൾ അത് മാറ്റി നോക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ പേര് രക്തം കൊണ്ട് എഴുതിയേക്കുന്നു. അതേപോലെ തന്നെ കത്തി കൊണ്ട് അവിടെ വരച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ അവളുടെ സഹോദരിയെ കാണാനില്ല എന്നുള്ള ആ ഒരു നോട്ടീസ് ഉണ്ടല്ലോ, അവിടെയുള്ള എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കാണ് ഈ ബിൽഡിങ്ങിന്റെ ഓണർ ഈ മരിച്ചുപോയ സൈക്കോയെ പറ്റി ഇങ്ങനെ പറയുന്നത്. ഇതിനു മുന്നേ ഈ ബിൽഡിങ്ങിൽ 5 പേരാണ് മരണപ്പെട്ടത് എന്നും പറഞ്ഞിട്ട് അവരെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ജെ എല്ലാവരുടെയും പുറകിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ പോസ്റ്റർ എല്ലാവരും താഴെ കിട്ടേക്കാണ്. അവളുടെ സഹോദരിയെ പറ്റി ആരും ഒന്നും പറയുന്നത് പോലുമില്ല. ഇത് കാരണം ദേഷ്യപ്പെട്ട് ജെ എന്താ ചെയ്യുന്ന വെച്ചാൽ അവിടെയുള്ള വയറങ്ങ് കട്ട് ചെയ്തിട്ട് എല്ലാവരോടും ഇങ്ങനെ അലറി വിളിച്ചു പറയും, ഇപ്പൊ മരിച്ചുപോയ 5 പേരെ പറ്റി സംസാരിക്കുന്നു, കാണാതായിട്ടുള്ള എന്റെ സഹോദരിയെ പറ്റി നിങ്ങൾ ആരും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ ഓണറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവരോട് സംസാരിച്ച് 2 പേരും ഇപ്പോൾ മുടിയിൽ പിടിച്ചിട്ട് നല്ലതുപോലെ വഴക്കുണ്ടാക്കുകയാണ്. അങ്ങനെ അവിടെ ബാക്കിയുള്ളവരാണെങ്കിലോ ഇവരെ 2 പേരെയും 2 വശങ്ങളിലേക്ക് പിടിച്ചു മാറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴേക്കാണ് അവിടെ ആ ഒരു സഹോദരിയുടെ ബോയ് ഫ്രണ്ട് വരുന്നത്. അങ്ങനെ അവനോട് ഈ കാര്യം പറയും, ഇതുപോലെ 304 ഒരു സ്ത്രീയെ ഒരു സൈക്കോ കൊന്നിരുന്നു, പക്ഷെ അവനെ ഒരിക്കലും പോലീസ് അറസ്റ്റ് ചെയ്യോ, അവൻ ഈ അപ്പാർട്ട്മെന്റ് വിട്ട് പോവുകയോ ചെയ്തിട്ടില്ല, ഒരുപക്ഷെ അവൻ ഈ അപ്പാർട്ട്മെന്റിൽ എവിടെയെങ്കിലും ഒളിച്ച് ജീവിക്കുന്നുണ്ടാവും എന്ന് ബോയ് ഫ്രണ്ടിനോട് പറയുമ്പോഴത്തേക്ക് അവൻ പറയും, അങ്ങനെയാണെങ്കിൽ ഈ അപ്പാർട്ട്മെന്റിൽ ആരും പോകാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത്, അതെ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് ഇവർ 2 പേരും നേരെ ഈ അപ്പാർട്ട്മെന്റിന്റെ വേസ്റ്റ് എല്ലാം കൂട്ടിയിട്ടേക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അവിടേക്ക് ചെല്ലും. അതുപോലെ അവിടെയാണെങ്കിലും വലിയൊരു പൈപ്പ് ഉണ്ട്. ഈ പൈപ്പിലൂടെയാണ് മുകളിലത്തെ റൂമിൽ അവൾക്ക് ആ സഹോദരിയുടെ ശബ്ദം കേട്ടിട്ടുള്ളത്.
അങ്ങനെയാണെങ്കിൽ ഈ പൈപ്പ് നമുക്ക് ഫോളോ ചെയ്ത് പോവാന്നും പറഞ്ഞ് രണ്ടുപേരും അതിന്റെ ബേസ്മെന്റിനുള്ളിലൂടെ ആ പൈപ്പ് ഫോളോ ചെയ്ത് ഇങ്ങനെ പോവാണ്. കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്ക് രണ്ട് വശങ്ങളിലേക്ക് അത് പിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് രണ്ടുപേരും രണ്ട് വശങ്ങളിലേക്ക് പോകാൻ തുടങ്ങും. അങ്ങനെ പോകുമ്പോൾ ജെ ഒരു ഡ്രോയിങ് ബുക്ക് കാണുന്നുണ്ട്. അവളുടെ സഹോദരി അതിലെ ഒരുപാട് പടങ്ങൾ വരച്ചതുപോലെയല്ല. അതെല്ലാം കണ്ട് ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ വീണ്ടും നോക്കുമ്പോൾ അതിലങ്ങനെ ഒരു ചിത്രവും ഇല്ല. അവൾക്കത് തോന്നിയതാണ്. അതേസമയം ഈ ബോയ് ഫ്രണ്ട് മറ്റൊരു വശത്തോടെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഒരിടത്ത് ആരും ഒരാളിങ്ങനെ കിടക്കുന്നു. അവൻ പതി അടുത്തേക്ക് ചെന്ന് അത് ആരാണെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് പേടിക്കും. എന്നിട്ട് വീണ്ടും അതിനടുത്തേക്ക് ഇങ്ങനെ അടിച്ചു നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ തല മാത്രം ഉരുണ്ട് അവന്റെ അടുത്തേക്ക് വരാണ്. അതിൽ നിന്ന് എലികളെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇത് വേറെ ആരുമല്ല, ഈ കാണാതായിട്ടുള്ള ഒരു കൊലയാളി ഉണ്ടല്ലോ, അവനായിരുന്നു. പെട്ടെന്ന് ഈ ഒരു ബോയ് ഫ്രണ്ടിന് എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ കൊലയാളിയുടെ പ്രേതം ഇവന്റെ ശരീരത്തിലേക്ക് കയറിയതാണ്. അതുപോലെ ഇവന്റെ മാറ്റം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇവിടെ ജയ ആണെങ്കിലോ അവളുടെ സഹോദരി അന്വേഷിച്ച് കാണാത്തത് കൊണ്ട് തന്നെ തിരിച്ച് ആ ബോയ് ഫ്രണ്ട് അന്വേഷിച്ച് അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവൻ കുറച്ച് ദൂരെയായിട്ട് ഈ പ്രേതത്തെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഏയ് നിനക്ക് എന്തു പറ്റി, ബാ പോവാന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നതും ഇവൻ ഓടി വന്നിട്ട് ഹീറോയിന്റെ കഴുത്തിലേക്ക് പിടിച്ച് അവളെ ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഹീറോയിൻ ആണെങ്കിലോ കയ്യെത്തി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അടുത്തുള്ളൊരു കല്ലെടുത്ത് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. എന്നിട്ട് ആ ബേസ്മെന്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു ജനാലയുണ്ട്, അതുവഴി മുകളിലേക്ക് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവനാണെങ്കിൽ കാല് പിടിച്ച് ഇങ്ങനെ വലിച്ചു വെച്ചേക്കാണ്. പക്ഷെ എന്തോ ഭാഗ്യം, പെട്ടെന്ന് ഈ ബിൽഡിങ്ങിന്റെ ഓണറായിട്ടുള്ള ലേഡി ഉണ്ടല്ലോ, അവര് വന്ന് നമ്മുടെ ഹീറോയിന്റെ കൈ പിടിച്ച് വലിച്ചങ്ങ് പുറത്തേക്ക് എടുക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ കണ്ണു തുറക്കുമ്പോൾ ഈ ഓണർ ലേഡി ഉണ്ടല്ലോ അവരുടെ ഓഫീസിലാണുള്ളത്. കൈയെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട് മുറിവ് കാരണം. അങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് അവരുടെ ചെറിയൊരു പയ്യനിരിക്കുന്നു. ഇതാരാണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഒരു സീനിൽ അവൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിലേക്ക് നോക്കിയൊരു ചെറിയ പയ്യൻ ഇരുന്നിരുന്നല്ലോ, അവനാണ്. അങ്ങനെ ജെ ആ പയ്യനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവൻ കേൾക്കുന്നില്ല. അപ്പോഴാണ് ഓണർ അവിടേക്ക് വന്നിട്ട് അതെന്റെ മകനാണ്, നീ എത്ര വിളിച്ചിട്ടും കാര്യമില്ല, അവൻ കേൾക്കത്തില്ല, കാരണം അവന് ചെവി കേൾക്കാൻ കഴിയത്തില്ല എന്ന് പറയും. അപ്പോൾ ജെ ചോദിക്കും, അല്ല എന്റെ കൂടെ വേറൊരുത്തനുണ്ടായിരുന്നല്ലോ, അവനെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഈ ഓണർ ലേഡി പറയും, അവനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല, എന്തായാലും ഞാൻ പോലീസിനോട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോയിൻ എന്തായാലും എന്നെ രക്ഷിച്ചതിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ല ആ മുകളിലത്തെ അപ്പാർട്ട്മെന്റില്ലേ ആ ലേഡിയുടെ മകളും അതേപോലെ തന്നെ നിങ്ങളുടെ മകനും മാത്രമാണല്ലേ ഈ ബിൽഡിങ്ങിൽ കുട്ടികളായിട്ടുള്ളത്, അതല്ലാതെ മറ്റുള്ള കുട്ടികളെയൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഇവള് പറഞ്ഞ ആ ലേഡിയുടെ പേര് കിം എന്നാണ്. അപ്പൊ ആ ഓണർ പറയും, എന്ത് ആ കിം ലേഡിക്ക് മകളുണ്ടെന്നോ? ഒരിക്കലുമില്ല. അപ്പോൾ ഹീറോയിൻ പറയും, ഇല്ല ഞാൻ കണ്ടതാണല്ലോ, നിങ്ങളെന്താ അങ്ങനെ പറയുന്നേ? ഇല്ല, കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ആ പെൺകുട്ടി ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടത്, പിന്നെ നീ ആ കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ന് പറയുമ്പോൾ ഹീറോയിൻ അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അവിടെയാണ് നമുക്ക് മറ്റൊരു ടെസ്റ്റ്. കിം എന്ന് പറഞ്ഞ ആ ലേഡി അവരുടെ മകള് മരണപ്പെട്ടു, ആ പെൺകുട്ടിയുടെ ആത്മാവുമായിട്ടാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത്. ആ ആത്മാവിനെയാണ് ഹീറോയിൻ കണ്ടത്. അപ്പോഴാണ് ആ ഓണർ ലേഡിയുടെ മകൻ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ ചെവിയിലുള്ള ആ ഒരു ബട്ടുണ്ടല്ലോ അത് ഇളക്കി മാറ്റിയിട്ട്, ഇതൊരിക്കലും ചെവിയിൽ വെക്കരുത്, കാരണം ഇവിടെ നിന്നും ഒരുപാട് അമാനുഷികമായിട്ടുള്ള ശബ്ദങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾക്കും എന്നുള്ള രീതിയിൽ അവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിൻ തിരിച്ചു ചോദിക്കുന്നത്, അല്ല ആ ബേസ്മെന്റിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ അതിന് മറുപടി പറയാതെ നീ ഒരിക്കലും അവിടേക്ക് പോകരുതെന്ന് മാത്രം അവളോട് ഇങ്ങനെ പറയാണ്. കാരണം ആ ചെറിയ പയ്യൻ ഒരിക്കലും ആ ശബ്ദം കേൾക്കുന്ന ഇയർബഡ് ഉണ്ടല്ലോ അത് അവൻ ഉണ്ടെങ്കിൽ അത് വെക്കത്തില്ല, കാരണം ഈ ശബ്ദങ്ങളെല്ലാം അവന് കേൾക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹീറോയിനോട് ആ കാര്യം പറഞ്ഞത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പോലീസുകാർ ഈ അപ്പാർട്ട്മെന്റിലേക്ക് വന്ന് അവിടെയെല്ലാം നല്ലതുപോലെ അന്വേഷിച്ച അവസാനം ഹീറോയിന്റെ സഹോദരിയുടെ കാമുകനുണ്ടല്ലോ അവന്റെ ശരീരം കണ്ടുപിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അപ്പൊ ഇത് കണ്ട ഹീറോയിൻ നല്ലതുപോലെ കരയുന്നുണ്ട്. അതുമല്ല ഈ പയ്യൻ ഇവര് രണ്ടുപേരും അകത്തേക്ക് പോകുമ്പോൾ അവന്റെ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ ഇപ്പോൾ പോലീസുകാർ കണ്ടുപിടിച്ചിട്ട് ദേ അവൻ അകത്തേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ അകത്തേക്ക് പോയത്? ഒരു സ്ഥലം എത്തിയപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് വശങ്ങളിലേക്ക് പിരിഞ്ഞു. അങ്ങനെ പിരിയുമ്പോൾ അവൻ റെക്കോർഡ് ചെയ്ത കാര്യത്തിൽ കണ്ടത് എന്താണെന്നറിയോ? അവൻ ഏതൊരു റൂമിനടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ എന്തോ ഒരു കാര്യം അറ്റാക്ക് ചെയ്യുന്നത് പോലെയും അവൻ അവിടെ നിന്ന് തിരിച്ചു വന്ന് പിന്നീട് ആ ക്യാമറ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. പിന്നീട് നിങ്ങൾ എന്തോ അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ് ഞങ്ങൾ കണ്ടത്. അവിടെ എന്താണ് നിങ്ങൾ അറ്റാക്ക് ചെയ്തത്, നിങ്ങൾ എന്തിനാണ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും, അവിടെ നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയും. അതുമല്ല അവിടെ ഒരു സ്റ്റീൽ ഡോർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പോലീസുകാർ പറയും, പക്ഷെ ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ ഒരു സ്റ്റീൽ ഡോർ ഒരിക്കലും കണ്ടിരുന്നില്ല, നിനക്ക് ചിലപ്പോൾ വട്ടായതായിരിക്കാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഈ പയ്യനായിട്ട് അവിടേക്ക് പോയത് നീയല്ലേ, അപ്പോൾ നിന്നെയാണ് സംശയിക്കേണ്ടത്. ഇനി ഒരിക്കലും ഈ കാര്യം പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെയും വഴക്ക് പറഞ്ഞ് ആ പോലീസുകാർ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോലീസുകാർ അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോയിൻ വീണ്ടും ആ ബേസ്മെന്റിലേക്ക് തന്നെ പോകും. കാരണം അവൾ ഇതിനു മുന്നേ ഒരു സ്റ്റീൽ ഡോറിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ആ സ്റ്റീൽ ഡോർ അവൾ വന്ന് നോക്കുമ്പോൾ അവിടെ തന്നെയുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു ക്യാമറ കിടപ്പുണ്ട്. അതെടുത്ത് നോക്കുമ്പോൾ ആ ക്യാമറ ആരുടേതാണെന്ന് വെച്ചാൽ ഹീറോയിന്റെ സഹോദരിയുടേതാണ്. കാരണം അവള് ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്നറിയാൻ വേണ്ടി ഈ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് അവിടേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ ക്യാമറയിൽ നോക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. ഹീറോയിന്റെ സഹോദരി ക്യാമറയും കൊണ്ട് നടന്നു പോയിട്ടുള്ളത് കിം എന്ന് പറഞ്ഞ ആ ലേഡി ഉണ്ടല്ലോ അവരുടെ വീട്ടിലേക്കാണ്. അവരുടെ ആ ഒരു റൂമിനകത്ത്
അവരൊരുപാട് സ്പീക്കറെല്ലാം വെച്ച് ഈ ശബ്ദങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അവരാണ്. അതുമല്ലാതെ അവര് വേറെ ആരോടും ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ. അതും ഒരു ചുമരിലേക്ക് നോക്കിയിട്ട്, അമ്മ നിന്നെ വിട്ട് എവിടെയും പോകത്തില്ല, എപ്പോഴും നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും. നമുക്ക് ശല്യമായിട്ടിരുന്ന ആ സ്ത്രീയെ നമ്മൾ എന്തായാലും കൊന്നില്ലേ എന്നെല്ലാം അവിടെയുള്ള ചുമരിൽ നോക്കി ഇങ്ങനെ പറയുന്നതും ഇത് കണ്ട ഹീറോയിന്റെ സഹോദരി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുന്നേ ആ ഒരു കിം എന്ന് പറഞ്ഞ ലേഡി ഉണ്ടല്ലോ, അവര് അവളെ അങ്ങ് പിടിക്കും. എന്നിട്ട് ഹീറോയിന്റെ സഹോദരിയെ നല്ലതുപോലെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ക്യാമറ എടുത്ത് അവരുടെ മുഖത്തേക്ക് കാണിക്കുമ്പോഴത്തേക്കും ഇവിടെയാണ് ട്വിസ്റ്റ്. ഈ അപ്പാർട്ട്മെന്റിൽ നടക്കുന്ന എല്ലാ ശബ്ദങ്ങൾക്കും അതേപോലെ തന്നെ മരണങ്ങൾക്കും കാരണം കിം എന്ന് പറഞ്ഞ ഈ സ്ത്രീ തന്നെയാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കണ്ട് നമ്മൾ ജെ അവളുടെ സഹോദരി അന്വേഷിച്ച് വീണ്ടും കുറെ ദൂരം നടക്കുമ്പോഴത്തേക്കാണ് ഒരു റൂമില് അവളുടെ സഹോദരിയെ കെട്ടിയിട്ടേക്കുന്നു. ഇത് കണ്ട് ഓടിച്ചെന്ന് അവളുടെ കെട്ടഴിച്ചിട്ട് അവളെ പിടിച്ച്, അവളെന്തായാലും മരിച്ചിട്ടില്ല, എന്നിട്ട് അവളെ പിടിച്ച് ഒന്നുമില്ല ഒരു കുഴപ്പമില്ല, ബാ പോവാന്ന് പറഞ്ഞ് അവളെ വിളിച്ച് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് കുറെ ദൂരെയായിട്ട് കിം എന്ന് പറഞ്ഞ ആ ലേഡി ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ആ ലേഡി ഹീറോയിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. നിന്നെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവരുടെ കയ്യിലാണെങ്കിൽ ഒരു ചുറ്റിയലിരിപ്പുണ്ട്. അപ്പൊ അവരെ കാണുമ്പോഴത്തേക്കും ഇവരൊരു റൂമിലേക്ക് കയറിയിട്ട് ആ ഡോർ അങ്ങ് അടച്ച് അവളുടെ സഹോദരിയെ ഒരിടത്തേക്ക് ഒളിപ്പിച്ചിരുത്തിയിട്ട് ഹീറോയിൻ തിരിച്ച് അവരുടെ മുന്നിലേക്ക് വരും. എന്നിട്ടാണ് അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയല്ല ചെയ്യുന്നത്? അതുമല്ല, ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ഓണർ ലേഡി അവര് മരിക്കുന്നതിന് മുന്നേ ജീവന് വേണ്ടി കൈവച്ച് ചുമരിലിടിച്ചെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അതെല്ലാം വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവരെ കൊന്നത്. എന്താ സത്യം എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് അവര് സത്യം പറയുന്നത്. ഇവരുടെ മകളുണ്ടല്ലോ മരിച്ചുപോയെന്ന് പറഞ്ഞ ആ കുട്ടി ഇവരുടെ റൂമിൽ കിടന്ന് ഓടിയെല്ലാം കളിക്കും. എപ്പോഴും ഇതുപോലെ കളിക്കുമ്പോൾ താഴെയുള്ള ആ ഒരു ഓണർ ലേഡിക്ക് അത് അത്രയും ദേഷ്യമായി ശബ്ദം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അയൽപക്കക്കാരും ബാക്കി എല്ലാവരും ഇതിനെതിരെ നല്ല രീതിയിൽ പരാതി പറഞ്ഞു. അപ്പൊ തന്റെ മകള് കാരണമാണ് ഈ പരാതി കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് മകളെ കളിക്കാൻ വേണ്ടി വെളിയിലേക്ക് അവർ പറഞ്ഞു വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു ദിവസം ആ പെൺകുട്ടി റോഡിലേക്ക് ഇറങ്ങി ഒരു വാൻ വന്നിടിച്ച് ആ പെൺകുട്ടി മരണപ്പെടുന്നത്. അങ്ങനെ തന്റെ മകള് മരിക്കുന്നതും ഇതിനെല്ലാം കാരണം ഈ അപ്പാർട്ട്മെന്റിലുള്ളവരുണ്ടല്ലോ തന്നെ പരാതി പറഞ്ഞ അവരാണെന്ന് പറഞ്ഞിട്ട് ആ ദേഷ്യത്തിലാണ് അവിടെയുള്ള ഓരോരുത്തരെയായിട്ട് അവർ കൊല്ലാൻ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ഓണർ ലേഡിയെ ഇതുപോലെ ശബ്ദം കേൾക്കുന്നെന്ന് പറഞ്ഞ ആരൊക്കെ പരാതി പറയുന്നു അവരെല്ലാവരെയും ഇവർ കൊല്ലുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് അവർ സ്വയം ഇതുപോലെ ശബ്ദം അവരുടെ റൂമിൽ പ്രത്യേകം ഉണ്ടാക്കിയിട്ട് അവരുടെ മകൾ വീട്ടിലുണ്ടെന്നുള്ള രീതിയിൽ വരുത്തി തീർത്ത് മരിച്ചുപോയ മകളുടെ ആത്മാവിനോടൊപ്പം അവർ ജീവിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കേട്ട് അവസാനം ഹീറോയിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവളുടെ പിറകെ ചെന്ന് മുതുകിലേക്ക് ചുറ്റിയലുകൊണ്ട് ഒറ്റയാടി ഹീറോയിൻ താഴെ വന്ന് വീഴും. എന്നിട്ട് അവളുടെ മുകളിലേക്ക് കയറിയിരുന്ന് അവളെ കൊല്ലാൻ വേണ്ടി ആ ചുറ്റിയലയും പിടിച്ച് നിൽക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അപ്പൊ എന്റെ സഹോദരിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് നിങ്ങൾ തന്നെയാണല്ലേ എന്ന് ചോദിക്കുമ്പോ, എന്ത് നിന്റെ സഹോദരിയെ കൊല്ലാൻ ശ്രമിച്ചെന്നോ? നിന്റെ സഹോദരിയെ മരിച്ചുപോയി എന്ന് പറഞ്ഞ ആ ചുറ്റിലടിക്കാനായിട്ട് വരുമ്പോ പെട്ടെന്ന് മുകളിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോ ആ സീലിംഗിലൂടെ എന്തോ ഒരു രൂപ ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് ചാടി ആ കിം എന്ന് പറഞ്ഞ ലേഡിയുടെ മുകളിലേക്ക് വന്ന് വീണ് അവരെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അത് വേറെ ആരുമല്ല, അവര് കൊന്ന ഈ അപ്പാർട്ട്മെന്റിന്റെ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഓണർ ആയിട്ടുള്ള ലേഡി ഉണ്ടല്ലോ ആദ്യത്തെ, അവരുടെ പ്രേതമാണിത്. അപ്പൊ അവരെ പിടിച്ചിങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നതും ഈ ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്നും ഓടി വന്ന് തന്റെ സഹോദരി ഒളിച്ചിരിക്കുന്ന ആ റൂമിലേക്ക് വന്ന് നോക്കും. അപ്പൊ അവളെ എവിടെയും കാണുന്നില്ല. അവൾ എവിടെ പോയി എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് എന്തായാലും അവള് മരിച്ചിട്ടില്ല, അവൾ അവിടെ തന്നെയുണ്ട്. ഓ, നീ ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ച് ഇവര് രണ്ടുപേരും വെളിയിലേക്ക് വന്ന് ആ ഡോർ അടയ്ക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് കിം എന്ന് പറഞ്ഞ ലേഡി അവരുടെ കാലെടുത്ത് ഡോറിനിടയിൽ വെക്കും. ഹീറോയിൻ ആ ഡോർ അടയ്ക്കാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ആ ഡോറിന്റെ ഗ്യാപ്പില് കിം എന്ന് പറഞ്ഞ ലേഡീനെയും കാണുന്നുണ്ട്, അതേപോലെ തന്നെ ആ ഗോസ്റ്റിനെയും കാണുന്നുണ്ട്. ഇത് കണ്ട ഹീറോയിൻ ഡോർ പെട്ടെന്ന് അങ്ങ് അടച്ചിട്ട് സഹോദരിയെ കൊണ്ട് വെളിയിലേക്ക് വരുന്നതും കിം എന്ന് പറഞ്ഞ ലേഡി എന്തായാലും ആ ഗോസ്റ്റ് കൊന്നിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറെ നാൾക്ക് ശേഷം ഇപ്പൊ വീണ്ടും കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോഴും ആ ഒരു അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പൊ ഹീറോയിനെ കാണാൻ വേണ്ടി അടുത്തുള്ള വീട്ടിൽ ആരും പുതുതായിട്ട് താമസിക്കാനായിട്ട് വന്നു. അവര് വന്ന് ഹീറോയിനെ പരിചയപ്പെടുകയാണ്. ഹായ്, ഞങ്ങളിവിടെ പുതുതായിട്ട് താമസിക്കാമെന്നാണ്. അല്ല, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഒറ്റയ്ക്കാണോ താമസിക്കുന്നതെന്നല്ല ചോദിക്കുമ്പോൾ, ഏയ് ഞാൻ ഒറ്റയ്ക്കൊന്നല്ല, എന്റെ സഹോദരി ഉണ്ട് എന്നും പറഞ്ഞ് അകത്തേക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ ലേഡി നോക്കുന്നതും അകത്തേക്ക് ഇങ്ങനെ കാണിക്കണം. അപ്പോ ഹീറോയിന്റെ സഹോദരി അവിടെ നിൽപ്പുണ്ട്. പക്ഷെ ഈ ലേഡി നോക്കുമ്പോൾ അവിടെ ഹീറോയിന്റെ സഹോദരിയെ കാണാനില്ല. എന്താന്ന് വെച്ചാൽ അവർ നോക്കുമ്പോഴത്തേക്ക് അവിടെ വേറെ ആരുമില്ല. അവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ആ കിം എന്ന് പറഞ്ഞ ലേഡി തന്റെ മകള് മരിച്ചുപോയിട്ട് അവളുടെ ആത്മാവിനോടൊപ്പം ജീവിച്ചല്ലോ, അതുപോലെ തന്നെ ഇപ്പോൾ ഹീറോയിൻ തന്റെ സഹോദരിയുടെ ആത്മാവിനോടൊപ്പമാണ് ജീവിക്കുന്നത്. കാരണം കിം എന്ന് പറഞ്ഞ ആ ലേഡി ഹീറോയിന്റെ സഹോദരി ഇതിനു മുന്നേ തന്നെ കൊന്നിരുന്നു. പക്ഷെ അതൊരിക്കലും ഹീറോയിൻ മനസ്സിലാക്കിയില്ല. പകരം അവളുടെ ആത്മാവിനോടൊപ്പം ഇപ്പൊ അപ്പാർട്ട്മെന്റിൽ അവൾ താമസിക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.